വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രൊജക്ടുകളുടെ പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ അഡൽട്ട് ടിങ്കറിംഗ് ലാബാണ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. AI, റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപകരണങ്ങളുടെ പ്രദർശനം, നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തൽ, ടെക് ടോക്കുകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു. 2 വർഷത്തെ AI റോബോട്ടിക്സ് പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈനി MI, മെക്കാട്രോണിക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ജിനേഷ് KJ എന്നിവർ വിദ്യാർത്ഥികളുടെ പ്രൊജക്ടുകൾ വിലയിരുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക KK സുമ, PTA പ്രസിഡന്റ് VA സുരേഷ്, ATL കോർഡിനേറ്റർ KP സജയൻ, അധ്യാപകരായ TN സജീവൻ, KJ ജയശ്രീ, ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് പ്രതിനിധികളായ മുഹമ്മദ് ജംഷീർ, അബൂബക്കർ സിദ്ദിഖ്, ഫിറോസ് എന്നിവർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്റ്റർ ജിനേഷ് KJ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു പാർട്ട്ണറാണ്. ATL ട്രെയിനിങ് നടത്തുന്ന പാർട്ട്ണറാണ് ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് പാലക്കാട്. നിങ്ങളൊരു 10th 12th കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു പാട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ മാക്സിമം എല്ലാവരും എഞ്ചിനീയറിംഗ് ആണോ അതോ സയൻസ് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടോ? ഡോക്ടേഴ്സ്, ഓക്കെ, യെസ്, എഞ്ചിനീയേഴ്സ് ആവാൻ താല്പര്യമുള്ളവരായിരിക്കുമല്ലേ? നോക്കട്ടെ. ഓൺലി ഫ്യൂ സ്റ്റുഡൻസ്. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ്, ഇപ്പോൾ റോബോട്ട് എടുക്കുമ്പോൾ അതിൽ മോട്ടർ ഉണ്ട്. ആ മോട്ടറിന് പലതരം മോട്ടറുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. അതെല്ലാം മനസ്സിലാക്കുമ്പോൾ പല പല കമ്പോണൻസുകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓരോ കമ്പോണൻസും ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന DC മോട്ടർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോന്നിനും ഓരോ അപ്ലിക്കേഷനാണുള്ളത്. അപ്പോൾ ഓരോ കമ്പോണൻസും എവിടെയാണ് യൂസ് ചെയ്യണത് നിങ്ങൾ മനസ്സിലാക്കണം. അത് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ പരീക്ഷണം നടത്തണം. അങ്ങനെ പരീക്ഷണം നടത്തിയാലാണ് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവുള്ളൂ. VCV ന്യൂസ്, വടക്കാഞ്ചേരി.